രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുക എന്നുള്ള വലിയൊരു പ്രശ്നമാണിത്. കാരണം പലപ്പോഴും ഒരു കുട്ടി ഒരു നെഗറ്റീവ് ഒന്നും അറിയില്ല. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അവന് എപ്പോഴും അവൻ പറയുന്ന കാര്യങ്ങൾ കിട്ടിക്കൊണ്ടേ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതി കിട്ടാതിരിക്കുമ്പോൾ, അതാണ് ഈ മൊബൈൽ കിട്ടാതാകുമ്പോൾ മറ്റൊക്കെ വയലൻ്റ് ആവുന്നത്. അവൻ വിചാരിച്ചത് അവന് കിട്ടണം. അതും അവൻ്റെ ഒരു ശീലമായി പോയതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദികൾ രക്ഷിതാക്കളാണ്. പറയുന്നത് എന്തും സാധിപ്പിച്ചു കൊടുക്കാനും ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പല രക്ഷിതാവും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് കിട്ടാത്തത് എൻ്റെ മകന് കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ഇല്ലാത്തത് വെച്ചുകൊണ്ട് അവനെ ഉണ്ടാക്കി കൊടുക്കണം. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. എനിക്ക് കിട്ടാത്തത് എന്നല്ല, അവന് നല്ലത് കിട്ടണമെന്ന് മാത്രമാണ് രക്ഷിതാവ് ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ചെറുപ്പത്തിൽ പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ സുഖസൗകര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അവനെ നല്ലൊരു മനുഷ്യനായി വളർത്താൻ വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും രക്ഷിതാവ് ഒരുക്കി കൊടുക്കുന്നതിൻ്റെ അപ്പുറം അവൻ അയച്ചു വിട്ടുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിന് വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് രക്ഷിതാക്കളും മാറി എന്നുള്ളത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണ്. അവനെ തെറ്റ് തിരുത്തി കൊടുക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്തമുള്ളത് അധ്യാപകനേക്കാൾ കൂടുതൽ രക്ഷിതാവിനാണ്. അധ്യാപകന് പകൽ കിട്ടുന്നെങ്കിലും 24 മണിക്കൂറും നമ്മളെ കൂടെ ഉണ്ടാകുന്ന രക്ഷിതാവാണ്. അധ്യാപകനെ സംബന്ധിച്ച് ലിമിറ്റ് ഉണ്ട്. ആ രക്ഷിതാവ് പോലും അവന് ഈ കുട്ടിയെ മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കുട്ടികളാണ് അധികവും ഈ ഒരു സാഹചര്യം വരികയും വയലൻ്റ് ആവുകയും മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഒരു ധാരണ അതാണ്. കുട്ടിയെ മാത്രം അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അധ്യാപകനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് സമൂഹത്തിലുള്ള മൊത്തമുണ്ടായ ഒരു സാഹചര്യം എന്താണോ അതിനനുസരിച്ച് ഈ കുട്ടികളും രക്ഷിതാക്കളൊക്കെ മാറുകയും അത് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്തൊരു സാഹചര്യം വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെയുള്ള ആകെയുള്ള മരുന്ന് എന്ന് പറഞ്ഞാൽ അവർക്ക് മോറലായിട്ടുള്ള നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രമേ അതെനിക്ക് പറയാനുള്ളൂ.